നമസ്കാരം. ഒരുപാട് മാസങ്ങളായി IAS തലപ്പത്ത് ചേരിപ്പോര് അതീവ രൂക്ഷമായി തന്നെ നിൽക്കുകയാണ്. ആ ഒരു ചേരിപ്പോര് ഇപ്പോൾ ഇതാ ഏറ്റുമുട്ടലിലേക്ക് കലാശിച്ചിരിക്കുന്നു. ഒരു ചീഫ് സെക്രട്ടറി എന്നാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ തലവനാണ്. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെയും എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഓരോ വകുപ്പിലെ സർക്കാർ ജീവനക്കാരെ ഏകോപിപ്പിച്ച് അവരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ഒരു സർക്കാർ സംവിധാനത്തെ നേരായ ട്രാക്കിലേക്ക് കൊണ്ടുപോകേണ്ട ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് സെക്രട്ടേറിയറ്റിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ കടന്ന് പാർട്ടിക്കാരെ പോലെ തമ്മിലടിക്കുകയും മറ്റുദ്യോഗസ്ഥരെ ചൊറിയുകയും ചെയ്യുന്നത്. അഴിമതി കാണിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ സെക്രട്ടേറിയറ്റിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയും അഴിമതി എതിർക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ അടക്കം നൽകി, അതായത് പ്രശാന്തിനെ പോലെയുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ അടക്കം നൽകി കാരണം പോലും പറയാതെ സസ്പെൻഷൻ കത്ത് നൽകി വീട്ടിലിരുത്തിയിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ജ്യോതി തിലകനെയൊക്കെ പോലെയുള്ള ഉദ്യോഗസ്ഥർ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം ഓഫീസിലേക്ക് വരുന്നുണ്ടോ എന്ന് പോലും രജിസ്റ്റർ ബുക്ക് ചീഫ് സെക്രട്ടറി പരിശോധിക്കുന്നില്ല. പുറത്തേക്ക് വന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ വന്ന് ഒപ്പിട്ടിട്ട് മുങ്ങുന്ന ജ്യോതി തിലകനെയൊക്കെ പോലുള്ള IAS ഉദ്യോഗസ്ഥരെ, എന്നിട്ടും ജ്യോതി തിലകനെയും ഗോപാലകൃഷ്ണനെയൊക്കെ പോലുള്ള ഉദ്യോഗസ്ഥരെ എന്തിനാണ് ചീഫ് സെക്രട്ടറി ഇങ്ങനെ സംരക്ഷിക്കുന്നതെന്ന് അറിയില്ല. മതാടിസ്ഥാനത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ സസ്പെൻഷനിലായിരുന്ന IAS ഉദ്യോഗസ്ഥൻ K ഗോപാലകൃഷ്ണനെ സർക്കാർ സർവീസിലേക്ക് തിരിച്ചെടുത്തു. റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയിലാണ് ആ സസ്പെൻഷൻ എല്ലാം തന്നെ സർക്കാർ നേരത്തെ പിൻവലിച്ച് തിരിച്ചെടുത്തത്. വെറും 1-2 ആഴ്ചത്തെ ഒരു സസ്പെൻഷൻ മാത്രം. വിവാദങ്ങൾ കെട്ടടങ്ങിയതോടുകൂടി അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ഗോപാലകൃഷ്ണനെ സർവീസിലേക്ക് തിരിച്ചെടുത്തു. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും സർക്കാർ ഉദ്യോഗസ്ഥരെ മതപരമായ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണാൻ പാടില്ല എന്ന് ആ ട്രെയിനിങ് ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ടും ഇവർക്കൊക്കെ തലയിൽ കയറുന്നില്ല എന്ന് വെച്ചാൽ സസ്പെൻഷൻ അല്ല, ഡിസ്മിസൽ അടിച്ച് വീട്ടിലിരുത്തിക്കണം. അതാണ് വേണ്ടത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെതിരെ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് IAS അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി B അശോക് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ അശോക് സമീപിച്ചിട്ടുണ്ട്. കേസിൽ വിശദീകരണം ആരാഞ്ഞുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് ട്രിബ്യൂണൽ നോട്ടീസും അയച്ചു. ഏപ്രിൽ 1-നാണ് മറുപടി നൽകേണ്ട അവസാന തീയതി. പ്രശാന്തിന്റെ സസ്പെൻഷൻ നീട്ടിയതും സംബന്ധിച്ച് വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് മറ്റൊരു പോര്. B അശോകിനെ സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള തസ്തികയിലേക്ക് മാറ്റിയതാണ് പുതിയ പ്രശ്നത്തിന് തുടക്കം കുറിച്ചത്. തദ്ദേശ ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായാണ് നിയമിച്ചത്. ഇതിനെതിരെ അശോക് ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. എന്നാൽ നടപടിക്രമങ്ങൾ പാലിച്ചും മന്ത്രിസഭ തീരുമാന പ്രകാരവുമാണ് നിയമനമെന്നാണ് സർക്കാരിന്റെ നിലപാട്. കമ്മീഷൻ അധ്യക്ഷ പദവി പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തുല്യമാണെന്ന് സർക്കാർ ട്രിബ്യൂണലിനെ അറിയിച്ചു. കേഡർ തസ്തികയിൽ ചുരുങ്ങിയത് 2 വർഷത്തേക്കാണ് നിയമമെന്നും അതിനു മുമ്പ് മാറ്റാൻ സിവിൽ സർവീസ് ബോർഡിന്റെ ശുപാർശ വേണമെന്നും ട്രിബ്യൂണൽ ഉത്തരവ് കാട്ടിയാണ് അശോകിന്റെ മറുനീക്കം. നിലവിൽ ചുമതലയിൽ 2 വർഷമാകുന്നത് ഫെബ്രുവരിയിലാണ്. എന്നാൽ ജനുവരി 9-ന് ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനാക്കി. സിവിൽ സർവീസ് ബോർഡിന്റെ ശുപാർശ വേണമെന്ന ട്രിബ്യൂണൽ ഉത്തരവ് പാലിച്ചില്ല എന്നാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ അശോക പിടിവള്ളിയായത്. തദ്ദേശ ഭരണ പരിഷ്കാര കമ്മീഷൻ രൂപവത്കരിക്കുകയോ പരിഗണനാ വിഷയങ്ങൾ നിർണ്ണയിക്കുകയോ ചെയ്തിട്ടില്ല. ഭരണപരിഷ്കരണ കമ്മീഷൻ സ്വതന്ത്ര ഒരു സ്ഥാപനമാണ്. അതിന്റെ അധ്യക്ഷ സ്ഥാനമാകട്ടെ IAS കേഡറിന് പുറത്തും. തദ്ദേശ വകുപ്പിൽ കുറഞ്ഞ മാസത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളൂവെന്നും അനുഭവ സമ്പത്തുള്ളവർ സർവീസിലുണ്ടെന്നും അശോക് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ചീഫ് സെക്രട്ടറിയും അശോകും രണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുകയാണ്. ചീഫ് സെക്രട്ടറി എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചാലും അശോക് സുപ്രീം കോടതി വരെ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാനം വിരമിക്കുന്നതിനോട് മുമ്പ് തന്നെ ചീഫ് സെക്രട്ടറിയും IAS ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു അടിയുണ്ടായി വിരമിക്കാതെ ഇരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം സർക്കാരിനാണ്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.